കൊച്ചി മരടിൽ ദമ്പതികളെ ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനം 2 ആഴ്ചയ്ക്ക് ശേഷവും കണ്ടെത്താനാവാതെ പോലീസ്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മരട് സ്വദേശി ബോബിന്റെ ഭാര്യ സോണിയുടെ കാലും ഇടുപ്പെല്ലും തകർന്നു. ഒട്ടേറെ ശസ്ത്രക്രിയകൾ ഇതിനോടകം കഴിഞ്ഞു. വാഹനത്തിന്റെ CCTV ദൃശ്യങ്ങൾ ക്യാമറകളിൽ പതിഞ്ഞിട്ടും ആളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മരട് ന്യൂക്ലിയസ് മാളിന്റെ ഈ CCTVയിലാണ് അതിദാരുണമായ അപകടത്തിന്റെ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടത്. കുണ്ടന്നൂർ ഭാഗത്തു നിന്ന് അമിത വേഗത്തിൽ വന്ന കാർ റോങ് സൈഡ് കയറി ബോബിനും സോണിയും സഞ്ചരിച്ച സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ മുന്നോട്ട് പോയി. കാലിന് ഇടി കൊണ്ടിട്ട് തെറിച്ച് പുറകോട്ട് പോയി. ഞാൻ ചാടി എണീറ്റ് നോക്കിയപ്പോൾ കാല് ഇവിടെ ഇങ്ങനെ കീറിയിട്ട് ഒരു മുക്കാൽ 2 പൊളന്നു പോയി കാല്. അതിൻ്റെ ഉള്ളിൽ നിന്ന് മജ്ജയും മെല്ലും എല്ലാം കൂടി പുറത്തേടി കിടക്കായിരുന്നു. അതിൽ തുറന്നു പോയി. മേജർ നന്നായിട്ട് മോശമായിട്ടുള്ള പരിക്കുകളാണ്. റിക്കവർ ചെയ്യാൻ ഭയങ്കര പാടാണ്. സോണി ജോസഫിന്റെ എക്സ്റേ ആണിത്. ആരോ മാർക്കുള്ള ഭാഗങ്ങളെല്ലാം പരുക്കുപറ്റിയതാണ്. മുട്ടിന് താഴെയും മുട്ടിന്റെ ചിരട്ടയും തുടയിലും ഇടുപ്പല്ലുമെല്ലാം പൊട്ടി. നിരവധി സർജറികൾ ഇതിനോടകം കഴിഞ്ഞു. ഒരമ്മയ്ക്ക് കാണാൻ പറ്റിയ അവസ്ഥയല്ലായിരുന്നു എൻ്റെ മോള്. മൊത്തം കമ്പി പിടിപ്പിച്ചിട്ട് അവൾക്കൊരു യൂറിൻ പാസ് ചെയ്യണം. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഈ കമ്പിയിൽ ഒന്ന് ഈ മാറിലൊക്കെ കുത്തിയിട്ട് ഇവിടേക്ക് ഇങ്ങനെ ചുമന്ന്. ഏത് മനുഷ്യരാണെങ്കിലും ഒരു മനുഷ്യപ്പറ്റി ഒരു മനുഷ്യനും ചെയ്യൂല ഇത്രയും. ഇനി ആരായാലും സഹകരിച്ച് എൻ്റെ മോൾക്ക് വേണ്ടി ഒന്ന് മുന്നിലോട്ട് വരിക. ഒന്നിലേറെ CCTVകളിൽ കാറ് കടന്നുപോയതിന്റെ ദൃശ്യങ്ങളുണ്ട്. ഒരു CCTVയിൽ കാറ് റോങ് സൈഡ് കടന്നുപോയതാണെന്നും വ്യക്തമാണ്. മരട് പോലീസ് FIR പോലും തയ്യാറാക്കിയത് ഏറെ വൈകിയാണ്. 10 ദിവസത്തിനു ശേഷമാണ് ആശുപത്രിയിൽ വന്ന് കാര്യം തിരക്കിയത്. ചികിത്സയ്ക്കായി 10 ലക്ഷത്തിലേറെ രൂപ ഇതുവരെ കുടുംബത്തിന് ചെലവായി. നമസ്കാരം, ഞാൻ അനിൽ കുമ്പഴ. കുമ്പഴ ആൻഡ് ക്രൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സിനിമയോടൊപ്പം തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന മേഖലയാണ് ഈവൻറ്റ് മാനേജ്മെൻറ്റ്. കുമ്പഴ ആൻഡ് ക്രൂ എന്ന് പറയുന്ന ഒരു ഈവൻറ്റ് കമ്പനി എറണാകുളം ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഒരു കാലത്ത് ഫ്ലവറൊക്കെ തന്നുകൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് കണ്ടറിയാം. നവംബർ 3 തീയതി ഇവരുടെ ജീവിതത്തിൽ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഫാമിലി. ഓരോരുത്തരെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ ബോബിൻ, അതേപോലെ സോണിയ, അവരുടെ 2 മക്കള്, അതേപോലെ തന്നെ സോണിയയുടെ അമ്മ. 2019 നടക്കുന്ന ഈ ആക്സിഡന്റ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഒരു നല്ലൊരു സമയത്താണല്ലോ ഇങ്ങനെ ഉണ്ടാകുന്നത്. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു അവസ്ഥ? അതൊന്ന് പറഞ്ഞത് എത്രത്തോളം? നമ്മുടെ ഇവിടെ അടുത്തൊരു ചർച്ച് ഉണ്ട്, മൂത്തേടം ചർച്ച്. അവിടെ പെരുന്നാളായിരുന്നു. അവിടെയാണ് നമ്മൾ പോയി ഫ്ലവർ ചെയ്തിട്ട്, ഫ്ലവർ എല്ലാം ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു 2 ബൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ആ 2 ബൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ആ 2 ബൊക്കെയല്ലേ ഉള്ളൂ. നമുക്ക് അപ്പം അന്ന് അവിടെ കുർബാനയുണ്ട്. അപ്പൊ കുർബാന കഴിഞ്ഞിട്ട് നമുക്ക് ഷോപ്പിൽ ചെന്ന് ഫ്ലവർ എടുത്തുകൊണ്ട് തിരിച്ചു പോയി ചെയ്യാന്നുള്ള രീതിയിൽ ഞങ്ങൾ തൃപ്പൂണിത്തുറ ഷോപ്പിൽ വന്ന് ഫ്ലവർ എടുത്തുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ന്യൂക്ലിയസ് മാളിന്റെ ഫ്രണ്ടിൽ വെച്ച് ഒരു ലോറിനെ ഓവർടേക്ക് ചെയ്ത് റോങ് സൈഡിൽ ഭയങ്കര സ്പീഡിൽ ഒരു വണ്ടി, ഒരു റെഡ് വണ്ടിയാണ്, നമ്മുടെ ഇന്നോവയെ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു വണ്ടി. നമ്മൾ ഇടിച്ച്
ഇടിച്ച് തെറിപ്പി നിർത്താതെ പോയി കളഞ്ഞു. ആ സമയം എന്നും അവിടെ ട്രാഫിക് ഉള്ളതായിരുന്നു. അന്നൊരു സൺഡേ ആയതുകൊണ്ടും സമയം ഒരു 11:30 ആയതുകൊണ്ടും ട്രാഫിക്കൊന്നും ഉണ്ടായില്ല. പിന്നെ ന്യൂക്ലിയസ്മാരുടെ 2 സെക്യൂരിറ്റി, പിന്നെ അവിടുത്തെ 2 ജോലിക്കാർ, അങ്ങനെയുള്ളവരെ ഉണ്ടായുള്ളൂ. അപ്പോൾ വണ്ടി തിരിച്ച് ഞാൻ വീണു. അപ്പം എനിക്ക് ആദ്യം ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ സോണിയ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ എനിക്ക് നോക്കിയപ്പോൾ കാലിങ്ങനെ ശരിക്കും പറഞ്ഞാൽ പൊളിഞ്ഞിങ്ങനെ കിടക്കുക. അതായത് നമ്മൾ അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മൾ മീറ്റ് ഇറച്ചി വെട്ട് കടയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാണൂലേ, അതൊരു ഫീല്. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ ആ മജ്ജ, അതിൻ്റെ നെയ്യ് ഇതെല്ലാം പുറത്തേട്ട് ചാടി കിടക്കാണ്. അപ്പോൾ നമ്മൾ കുറേ വണ്ടികളെ കൈകാട്ടി, കുറേ വണ്ടികൾ നിർത്തിയില്ല, എല്ലാവരും നിർത്താതെ പോയി കളയാണ്. ഇടിച്ച വണ്ടി ഭയങ്കര സ്പീഡ് തന്നെ നിർത്താതെ പോയി കളഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഒരു ഫാമിലി ആയിട്ടൊരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവർ കൈകാണിച്ച് നിർത്തി. അവരാണ് നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ആ കാറിലായിട്ട് കയറ്റുമ്പോൾ ആ കാലുമ്മ പിടിച്ചാണ്ട് കയറ്റുമ്പോൾ ഈ കാലിങ്ങനെ വിട്ടുപോകുന്നത്, നമുക്ക് ഇങ്ങനെ കാലിങ്ങനെ ഇങ്ങോട്ട് വിട്ടുപോരുന്ന പോലെ ഫീൽ ഇങ്ങോട്ട് നീങ്ങി വരും. അങ്ങനെ ആ സമയത്ത് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ലക്ഷോളാണ് കൊണ്ടുപോയത്. ലക്ഷോളം ഇതുപോലെ തന്നെ ഇറക്കാൻ സമയത്ത് ഇങ്ങനെ ഇറക്കിയപ്പോൾ കാല് ഇങ്ങോട്ട് പോകുന്നു. കാല് വിട്ടുപോകുന്നല്ല, കാല് മീൻസ് നമ്മളിങ്ങനെ ഓൾമോസ്റ്റ് കാലെടുക്കുന്നത് അങ്ങനെ തന്നെയല്ലേ, ഇത് കട്ടായിട്ടിരിക്കണ കാരണം ഇങ്ങനെ ഇച്ചിരി വലിഞ്ഞിങ്ങോട്ട് പോരും. അങ്ങനെയായിരുന്നു. അങ്ങനെ നേരെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ 3 ഒടിവുണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ ഈ ഇടുപ്പിൽ ഇങ്ങനെ ഇരിക്കണ ഒരു എല്ലുണ്ട് അടഞ്ഞിരിക്കുന്ന. ഈ എല്ല് ബുക്ക് പോലെ ഓപ്പണായി പോയി. ആദ്യമായിട്ട് കമ്പി ഇടാൻ പറ്റില്ല. ഇതെല്ലാം ഒന്ന് ചേർത്ത് വെച്ചിട്ട് മോളികടെ കമ്പി വെറുതെ ഇങ്ങനെ ഇട്ട് കാണിക്കുള്ളൂ, ചേർത്ത് വെക്കുള്ളൂ. ആ സർജറിയാണ് ആദ്യം കഴിഞ്ഞത്. അപ്പോൾ ഒരു 6 മണിക്ക് കഴിഞ്ഞു സർജറി. 6 മണിക്ക് കഴിഞ്ഞിട്ട് ഡോക്ടർ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു എല്ലാം മേജർ മുറിവുകളാണ്, റിക്കവർ ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്, ഏതായാലും നമുക്ക് ഒരു 4 ലക്ഷത്തോളം ഹോസ്പിറ്റലിൽ ചിലവ് വരുമെന്ന് പറഞ്ഞു. അത് അഡ്മിറ്റാക്കി അവസാനം 4 ഓപ്പറേഷൻ ചെയ്തല്ലേ. അവസാനം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടു വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള 18 ലക്ഷം രൂപയും അവിടെ ആയി. ഡോക്ടർമാർ പറയുന്നത് റിക്കവറി മാക്സിമം 50%. അത് അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ പറയുന്നത് നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, കാറിലൊന്നും കുറേ നേരം യാത്ര ചെയ്യാൻ പറ്റില്ല, കുറേ ടൈം കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയാണ് പറയുന്നത്. ഈ എപ്പിസോഡ് ഞാൻ ചെയ്യുന്നതിന്റെ പ്രാധാന്യം ഇപ്പൊ ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം ഒരു പെൺകുട്ടി ഈ ഒരു ആക്സിഡന്റ് ആകുന്നത് നിസ്സാര ആക്സിഡന്റ് അല്ല. അതായത് ചിന്ന ഭിന്നമായി പോയി കഴിഞ്ഞ് റിക്കവർ ചെയ്ത് വന്നിരിക്കുന്ന ആളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്ന ഈ ഒരു വ്യക്തിത്വം. പെട്ടെന്ന് കണ്ണടിച്ച് തുറക്കുമ്പോൾ ആക്സിഡന്റ് ഉണ്ടായത്. ഇടിച്ചതുപോലെ അറിഞ്ഞില്ല, അത്രയ്ക്ക് സ്പീഡിലായിരുന്നു വന്നത്. അപ്പൊ പെട്ടെന്ന് നോക്കുമ്പോൾ താഴെ കിടക്കുന്നു, എഴുന്നേൽക്കാനാവുന്നില്ല. ഏങ്ങി നോക്കുമ്പോഴാണ് എനിക്കാണ് ആക്സിഡന്റ് ആയതെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞത് ഓക്കെ, എന്റെ കാല് പോയി എനിക്ക് മനസ്സിലായി, കാരണം അത്രയ്ക്ക് ഇഞ്ചേർഡ് ആയിരുന്നു. അപ്പൊ എനിക്ക് ഓക്കെ, അപ്പൊ ദൈവത്തോട് ഒന്നേ പ്രാർത്ഥിച്ചോളൂ, എന്റെ കാല് പോയിട്ടുണ്ട്, പക്ഷെ എനിക്ക് ജീവിതം തിരിച്ചു തരണം, ജീവൻ വേണം എന്ന് മാത്രമേ പറഞ്ഞോളൂ. പക്ഷെ ദൈവത്തിന്റെ ബ്ലെസ്സിങ് കൊണ്ടിട്ട് എനിക്ക് കാല് തിരിച്ചു കിട്ടി. പിന്നെ കുറവുകളുണ്ട്. കാല് ബാക്കിലോട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കുനിഞ്ഞൊന്നും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, നട്ടെല്ലിന് പറ്റില്ല, ഇടുപ്പെല്ലാണ് ഫ്രാക്ചർ ആയത്. മുട്ടുകുത്താനും പറ്റത്തില്ല. പിന്നെ തൈസ്, നമ്മുടെ തൊടലിന് ഫ്രാക്ചർ ഉണ്ട്. മുട്ട് 2 ജോയിന്റ് പോയി, താഴത്തെയും മുകളിലത്തെയും ജോയിന്റ് കട്ടായി. ആങ്കിളിന്റെ അങ്ങോട്ടേക്ക് പോകുന്ന പോർഷനിലോട്ട് 2 ഒടിവുണ്ട്, ഇവിടെയുമുണ്ട് ഇവിടെയുമുണ്ട്. ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ പെൽവിസിന്റെ ഇവിടെ പ്ലേറ്റ് ഇട്ടിട്ട് സ്ക്രൂ ചെയ്തിരിക്കണം. സ്ക്രൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺക്രീറ്റ് ആണില്ലേ, അങ്ങനത്തെ സ്ക്രൂ, അതാണ് സ്ക്രൂ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇട്ടിരിക്കുന്നു. തൈസിന് എല്ലിന്റെ മീതെ കൂടി സപ്പോർട്ട് ചെയ്ത് ഇട്ടിരിക്കുന്നു. നെയിലിട്ടിരിക്കണു, നീ ക്യാപ്പ് ഇട്ടിരിക്കണു, താഴത്തോട്ട് ആംഗിൾ വരെ നെയിലിട്ടിരിക്കണു. വേദനകളെല്ലാം മാറ്റി വെച്ച് സന്തോഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വേദനയുണ്ട്. ഇന്ന് വർഷം 1.5 ആവാറായെങ്കിലും ഇന്ന് എനിക്ക് വേദനയാണ്. എന്ത് ചെയ്യുമ്പോഴും വേദനയാണ്. ഇവിടെ എനിക്ക് ഇരുന്നാലും വേദനയാണ്, കിടന്നാലും വേദനയാണ്. പിന്നെ ഞാൻ വെറുതെ എന്തിനിരിക്കണം, വെറുതെ എന്തിനു കിടക്കണം, നേരത്തെ എന്തിനും ചെയ്യാന്ന് കരുതിയിട്ടാണ് ഞാൻ 3 മാസം കിടന്ന് കിടപ്പായിരുന്നു. ആ ടൈമിൽ ഡോക്ടർ 6 മാസം കഴിഞ്ഞ് നടക്കാനാവണമെന്ന് പറഞ്ഞു. പക്ഷെ ദൈവത്തിന്റെ ബ്ലെസ്സിങ് കൊണ്ട് 6-ാം മാസം ഞാനൊരു ഹോം ബേക്കറായിട്ട് മാറാൻ പറ്റി. ഞാൻ ആ കിടന്ന സമയത്ത് ഹോം ബേക്കിംഗ് ഇതുപോലെ യൂട്യൂബേഴ്സിനെ പോലെ അവരുടെ ചാനലൊക്കെ റെഫർ ചെയ്ത് ഓൺലൈൻ ക്ലാസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് ഞാൻ ഹോം ബേക്കിംഗ് പഠിച്ചു. ഹോം ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. 6-ാം മാസം നടക്കാനാവെന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവം 3-ാം മാസം എന്റെ കയ്യിലോട്ട് വോക്കർ തന്നു. വോക്കർ വന്നിട്ട് പതിയെ ഫ്ലോ ടച്ച് ചെയ്തോ എന്ന് പറഞ്ഞു.
ഇപ്പോഴും എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ സൈഡിലോട്ട് എനിക്ക് ബലം കൊടുക്കാൻ പറ്റത്തില്ല നടക്കുമ്പോൾ. ഇപ്പം ഞാൻ നടക്കുന്നതെല്ലാം എൻ്റെ ഇടത്തെ കാലിൻ്റെ സപ്പോർട്ടിലാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുന്ന അത്രേ. കാരണം ഈ വശത്തേക്ക് എനിക്ക് വെയിറ്റ് കൊടുക്കുമ്പോഴൊക്കെ പ്രോബ്ലം. കാരണം നമ്മളെല്ലാം താങ്ങി നിർത്തുന്നത് കാലിൻ്റെ ഒപ്പം തന്നെ ഇടുപ്പും കൂടിയാണ്. ഇടുപ്പിന് ഫ്രാക്ചർ ഉണ്ടായത് കൊണ്ടിട്ട് എനിക്ക് അത്രയും സപ്പോർട്ട് കിട്ടത്തില്ല. എന്നാലും നടക്കാനായതിൽ സന്തോഷം. അമ്മ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. അമ്മയെ ഈ സമയത്ത്, അപ്പോൾ സോണിയയുടെ അവസ്ഥ ഇങ്ങനെയാണ്, അതായത് വളരെ പാടുപെട്ടിട്ടാണ് നടക്കുന്നത്. സോണിയയുടെ 2 മക്കളുണ്ട്. പേരെന്തായിരുന്നു? നിയ. നിയ എത്രല്ല പഠിക്കുന്നത്? 6ാം ക്ലാസ്സിൽ. മോളുടെ പേരെന്താ? ദിയ. ദിയ എത്രല്ല? 4ാം ക്ലാസ്സിൽ. അത് അമ്മയാണ്. ഇവൾക്ക് തന്നെ നടക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഇപ്പൊ എനിക്ക് ഈ ക്യാൻസറിന്റെ മേജർ സർജറി ചെയ്തിട്ടും എന്ത് ചെയ്യും, ആര് നോക്കും എന്നുള്ളൊരു അവസ്ഥയും. ആ സമയത്ത് അവള് പറഞ്ഞു, മമ്മി ഞാൻ നിനക്ക് പറ്റുമോ എന്നെ നോക്കാൻ? ഫുൾ ടൈം ഡ്രസ് ചെയ്യണം, മെഡിസിൻ തരണം, എന്നെ കുളിപ്പിക്കണം, ഒക്കെ ചെയ്യണം. പറയുമ്പോ എടുത്ത് പറയണല്ലോ. സോണി എനിക്ക് ഡ്രസ് ചെയ്തെങ്കിൽ പൊന്നുമാണ് എന്നെ ഈ നിമിഷം വരെ കുളിപ്പിച്ചൊക്കെ തന്നെയായിട്ടാണ്. ഇത്രയും പൈസ ഇപ്പൊ ഈ 18 ലക്ഷം രൂപ നമ്മൾ കണ്ടെത്തിയല്ലോ. കാരണം ഈ ഒരു ഇത്, കാരണം ഇനിയിപ്പം ഇതിന്റെ ക്ലൈം ഒന്നും കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കണ്ട അല്ലേ? അത് ഓൾമോസ്റ്റ് നമ്മള് അത് ഉപേക്ഷിച്ചു. കാരണം നമ്മള് കുറെ നാള് ഇതിന്റെ പുറകെ തന്നെ നടന്നു. പക്ഷേ ഇത് നമ്മള് തന്നെ അന്വേഷിക്കുന്ന രീതിയിലേക്ക് വന്നു. പിന്നെ ഒരുപാട് പേര് ഇത് വലിയ പ്രക്ഷോഭങ്ങളിലോട്ടൊക്കെ വന്നു. കാരണം മരട് ഒരു പൗരസമിതി ഉണ്ടാക്കി, അണ്ടത് സ്റ്റേഷനിലേക്ക് പോയി, സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തു, പല സ്ഥലങ്ങളിൽ പരാതി കൊടുത്തു, കളക്ടർക്ക് പരാതി കൊടുത്തു. എന്നിട്ടും വണ്ടിനെ കുറിച്ച് യാതൊരു അറിവുമില്ല. വണ്ടി ഇനി കിട്ടില്ല എന്നുള്ള ലെവലിലായിട്ട് നമ്മൾ ക്ലോസ് ചെയ്യണം മാതിരി നമ്മളെ കൂടെ സൈൻ ചെയ്യിപ്പിച്ചു. ആണല്ലേ? പിന്നെ നമ്മുടെ ഈ നമുക്ക് എപ്പോഴും ഒരു ബലമായിട്ട് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആക്സിഡന്റ് സമയത്ത് ഈ നമ്മൾ ഇത്രയും മാത്രം ക്യാഷ് ഫിനാൻഷ്യലി നല്ല എമൗണ്ട് ആവും. അപ്പോൾ ഫിനാൻഷ്യലി നമ്മൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. നമ്മുടെ മാഗ്നസ് ഇവിടെ മത്തുന്നേരെയും ചർച്ച ഉണ്ട് മുത്തേടം, അവിടുത്തെ അച്ഛൻ നമ്മൾ നല്ല സപ്പോർട്ടായിരുന്നു. അച്ഛനാണ് ഓൾമോസ്റ്റ് നമ്മൾ ശരിക്കും സപ്പോർട്ട് ചെയ്തത്. പിന്നെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ സെന്റ് മേരീസ് മുത്തേടം സ്കൂളിലെ ഹെഡ് മിസ്സസ്, ടീച്ചർമാര് എല്ലാം നല്ല, പേരൻസ് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അവരിൽ നിന്ന് ഫിനാൻഷ്യലി ആയിട്ട് നമുക്ക് നല്ലൊരു എമൗണ്ട് അവർ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന കുമ്പഴാൻ ക്രൂ എന്ന് പറയുന്ന നമ്മുടെ പ്രേക്ഷകരോട് ഒറ്റ ഒരു അപേക്ഷയുണ്ട്. ഇവർക്ക് ഒരു യൂട്യൂബ് ചാനലും കൂടിയുണ്ട്, ഫ്ലോ ഓറ കേക്ക്. അതാണ് ചാനലിന്റെ പേര്. അപ്പോ ഈ ചാനല് നിങ്ങൾ എല്ലാവരും ഒന്ന് ആത്മാർത്ഥതയോടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ചാനലിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ തരുന്നതായിരിക്കും. കേക്ക് എങ്ങനെ മേക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഫ്ലവർ എങ്ങനെ അറേഞ്ച്മെന്റ് ചെയ്യാം എന്നൊക്കെയുള്ള നമുക്ക് സാധാരണക്കാർക്കും പഠിക്കാവുന്ന രീതിയിലുള്ള ഒരു ടീച്ചിങ് അല്ലെ, ടീച്ചിങ് ആണ് സത്യത്തിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമുക്ക് തോന്നിയ നിമിഷം നമുക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. എന്നാലും നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞ് ഇത് യൂട്യൂബ് ചാനലിന്റെ അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി. യൂട്യൂബ് ചാനല് നമ്മൾ ഒരു വീഡിയോ ഇട്ടപ്പോൾ നമുക്ക് ആദ്യം റെസ്പോൺസ് തന്നതും നമ്മളെ ഹെൽപ്പ് ചെയ്തതും ഒക്കെ അല്ലേട്ടനാണ്. ഫസ്റ്റ് റെസ്പോൺസ് അല്ലേട്ടനാണ്. അല്ലേട്ടനാണ് ഇത് ഇങ്ങനെ ചെയ്യണം, ഇതിന്റെ പോരായ്മകൾ എന്താണ്, ഇതിന്റെ നല്ല വശങ്ങൾ എന്താണ്, ഇതൊക്കെ കറക്റ്റായിട്ട് പറയുകയും നമ്മളെ പറഞ്ഞ് തിരുത്തുകയും ചെയ്യുന്ന ശരിക്കും ഒരു ചേട്ടനെ പോലെയാണ് അവിടെ. അപ്പൊ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്നതിൻ്റെ കൂട്ട് വർക്ക്ഷോപ്പുകളാണ് ഞാൻ ചെയ്യാറുള്ളത്. തീർച്ചയായിട്ടും സോണിയ ഈ എപ്പിസോഡിൽ നമുക്ക് വേണ്ടിയിട്ട് വർക്ക്ഷോപ്പുകൾ ചെയ്യുന്നുണ്ട്. വർക്ക്ഷോപ്പുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഫ്ലവർ അറേഞ്ച്മെന്റ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. വണ്ടിയുടെ ഈ കാർ ഡെക്കറേഷനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാറിന്റെ മുകളിലുള്ള ബൊക്ക നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പയ്യനും പെൺകുട്ടിയും ഒക്കെ ഈ കല്യാണ മാല ഇട്ട് കഴിഞ്ഞാൽ കയ്യിലൊരു ബൊക്ക കൊടുക്കുന്നുണ്ട്, കല്യാണ മാല കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വർക്കുകൾ, അറേഞ്ച്മെന്റ് വർക്കുകളൊക്കെ സോണിയ ചെയ്യുന്നുണ്ട്. ആ അറേഞ്ച്മെന്റ് നിങ്ങൾക്കും പഠിക്കാവുന്ന രീതിയിലേക്ക് സോണിയ നമ്മുടെ എപ്പിസോഡിലൂടെ നിങ്ങൾക്കത് പരിചയപ്പെടുത്തുന്നതായിരിക്കും. കുമ്പഴൻ ക്രൂസിന്റെ ഫാമിലിയിലേക്ക് ഞാൻ ഇന്ന് എത്തുന്നത് വെഡ്ഡിംഗ് കാർഡ് ഡെക്കറേഷൻ ആയിട്ടാണ്. എങ്ങനെ ഈസി ആയിട്ട് വെഡ്ഡിംഗ് കാർഡ് ഡെക്കറേഷൻ ചെയ്യാമെന്നാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുന്നത്. അതിനെന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളതായതെന്ന് നോക്കാം. അതിനാദ്യം വേണ്ടത് ഫോമാണ് ചെയ്യാനുള്ള. ഇതിൻ്റെ പേര് 6 വാക്വം എന്ന് പറയും. ഇതിന് ബാക്ക് സൈഡിലായിട്ട് 6 വാക്വംസ് ഉണ്ട്. അതിന് യൂസ് ചെയ്യുന്നതിന് മുന്നേയിട്ട് നമ്മളിതിനെ സോക്ക് ചെയ്തെടുക്കണം. വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തിടുക. പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടാൽ മതി, തനി അത് സോക്ക് ചെയ്തോളും. ഇതിനുള്ളിലുള്ള സ്പഞ്ച്.
പിന്നെ നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലവർ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ ഫ്ലവേഴ്സിൻ്റെ ആക്സസറീസിൻ്റെ ഷോപ്പൊക്കെ ഉണ്ടാവും. ഇപ്പോൾ എറണാകുളത്തൊക്കെ ആകുമ്പോഴേക്കും ബ്രോഡ്വേയിലൊക്കെ ഒരുപാട് ഷോപ്പ് അവൈലബിൾ ആണ്. അവിടെ നിന്നൊക്കെ നമുക്ക് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരു 85 റുപ്പീസൊക്കെ ഇതിന് റേറ്റ് വരുന്നുള്ളൂ. ഇതാണ് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലീഫ്, ഈ ലീഫിൻ്റെ പേര് കാംനി എന്നാണ്. ഒരു ഗ്രീൻ കളറിലെ കറി ലീവ്സിൻ്റെയൊക്കെ പോലിരിക്കുന്ന ഒരു ലീഫാണിത്. ഇതുകൊണ്ടാണ് ഞാനിതിൻ്റെ ബേസ് ചെയ്യാൻ പോകുന്നത്. ചെയ്യാൻ പോകുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഓവൽ ഷേപ്പ് അറേഞ്ച്മെൻ്റ് ആണ് വെഡ്ഡിങ് കാർഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യണം നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ഇതൊരു കസ്റ്റമൈസ്ഡ് കാർഡ് ഡെക്കറേഷനാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഓവൽ ഷേപ്പ് അല്ല, അതിന് കുറച്ചുകൂടി സ്പ്രെഡ് ആയി കിടക്കുന്ന സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നോക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം ബേസ് ചെയ്യുന്നുണ്ട് ലീഫ് കൊണ്ട് തന്നെ. ഫസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുക്കണം. ഞാനിപ്പോൾ ഒരു സ്റ്റെം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ നിന്ന്. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഈ ഫോമിൻ്റെ 2 സൈഡിലായിട്ട് ഓരോന്ന് വീതം സെൻറ്ററിലായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ആദ്യം ഒരു സൈഡിൽ കൊടുത്താൽ അതേ ലെങ്ത്തിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡും കൂടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡ് കൊടുക്കാം. അവിടെ വെച്ച പോലെ തന്നെ ഇതിൻ്റെയും സെൻറ്ററിലായിട്ടാണ് ലീഫ് കൊടുക്കുന്നത്. ആദ്യം വെച്ച ലീഫിൻ്റെ 2 സൈഡിലായിട്ടും ഓരോ ലീഫും കൂടി കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് 2 വശത്തും ഓരോന്ന് കൊടുക്കാം. ലീഫ് ഫ്രണ്ടിലോട്ട് ഫേസ് ചെയ്ത് വേണം സ്റ്റിക്ക് ചെയ്യാനായിട്ട്. കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ലീഫ് ഞാൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടും സെയിം ലെങ്ത് തന്നെ കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് അതിൻ്റെ ഔട്ട്ലൈൻ പോകാതെ സെയിം സൈസ് കിട്ടും. അല്ലെങ്കിൽ ഒരു സൈഡ് സൈസ് കൂടിയും ഒരു സൈഡ് സൈസ് കുറഞ്ഞും വരും. അതുകൊണ്ടാണ് കൈയോടെ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ കൊടുക്കുന്നത്. അതേപോലെ തന്നെ തൊട്ടിപ്പുറത്തും ഞാൻ സൈഡിൽ കൊടുത്ത പോലെ തന്നെ ഇവിടെ സെൻറ്ററിലും കൊടുക്കുകയാണ്. ഇനി ഇവിടെയും കൊടുക്കാം. ഇനി ഇതിൻ്റെ ഈ കോർണറിലായിട്ട് ഈ ഫോമിൻ്റെ 4 കോർണറിലായിട്ടും ലീഫ് കൊടുക്കാം. അതേപോലെ ഓപ്പോസിറ്റ് സൈഡും ഈ 2 വശത്ത് കൊടുത്തു. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 4 കോർണറിലും ഞാൻ ലീഫ് കൊടുത്തിട്ട് ഓവൽ ഷേപ്പിൻ്റെ ഒരു ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ശരിക്കും ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കണം. ഇതിൻ്റെ തീം എന്ന് വെച്ചാൽ കുറച്ച് സൈഡിലോട്ട് സ്പ്രെഡ് ആയി കിടക്കുന്ന രീതിയിലാണ്. സെൻറ്ററിലായിട്ട് ടെയിൽ പോലെയും ഇവിടെ സൈഡിൽ കുറച്ചുകൂടി വിഡ്ത്തായിട്ടും കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തെടുത്തത്. അല്ലെങ്കിൽ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ഇങ്ങനെ ചെയ്തെടുത്താൽ ഇവിടെ കുറച്ച് സ്പേസ് വിട്ട രീതിയിലാണ് ചെയ്യുന്നത്. കസ്റ്റമൈസ്ഡ് കാർഡ് ഡെക്കറേഷൻ ആയതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് ലീഫ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് ഫ്ലവേഴ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ലീഫ് കൊടുക്കാം. ഇതിൽ ലീഫ് കുറവാണുള്ളത്, അതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് കൊടുക്കാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഈ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ലീഫ് കൊണ്ട് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലവേഴ്സ് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ഇത് കസ്റ്റമൈസ്ഡ് ഡെക്കറേഷൻ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ലീഫ് അവിടെ ചെയ്ത് നിർത്തിയിട്ട് ഇനി ഫ്ലവേഴ്സ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഫ്ലവേഴ്സ് കൊടുക്കാം. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ലില്യംസ് എന്ന് പറയും. ഈ പൂവിൻ്റെ പേര് പൂക്കളിൽ വെച്ച് തന്നെ ഏറ്റവും കോസ്റ്റ്ലിയുമാണ്. അതേപോലെ തന്നെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഫ്ലവർ തന്നെയാണിത്. ഇത് 2 ടൈപ്പ് ഉണ്ട്. ഏഷ്യാറ്റിക് ലില്ലി എന്ന് പറയും. അതായത് ഇതിനേക്കാളും സൈസ് കുറഞ്ഞ ഫ്ലവറിനെയാണ് ഏഷ്യാറ്റിക് ലില്ലി എന്ന് പറയുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്നത് ഓറിയൻ്റൽ ലില്യംസ് ആണ്. നല്ല സ്മെല്ലൊക്കെ ഉള്ള ഒരു ഫ്ലവർ തന്നെയാണ്. അതേപോലെ നല്ല സൈസും ആണ്, ലാസ്റ്റിങ്ങും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ ഫ്ലവേഴ്സ് അപ്ലൈ ചെയ്യാം. ഇങ്ങനെയാണ് ലില്യംസ് ഇരിക്കുന്നത്. ഇതാണ് ഒരു സ്റ്റെം എന്ന് പറയുന്നത്. സ്റ്റെമ്മിലെ ഒരു ഫ്ലവറും ഒരു ബഡായിട്ട് ഇരിക്കാം. 2 ഫ്ലവേഴ്സായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഏഷ്യൻ ലില്ലി ആണെങ്കിൽ സൈസ് കുറവായിരിക്കും, പക്ഷേ നമ്പേഴ്സ് കൂടുതലായിരിക്കും. 2-3 ബഡ് ഉണ്ടാവും. അതേപോലെ 2 ഫ്ലവേഴ്സൊക്കെ ഒരു സ്റ്റെമ്മിലുണ്ടാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് വെക്കേണ്ടതെന്ന് നോക്കാം.
ലീഫ് കൊടുത്താൽ അതേ ലെങ്ത് തന്നെയാണ് ഫ്ലവറും കൊടുക്കുന്നത്. സ്റ്റെമ്മിൻ്റെ ഇവിടെയായിട്ട് ഇത്രയും ലെങ്ത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലീഫൊന്നും ഞാൻ കളയുന്നില്ല, കംപ്ലീറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട്. ടെയിലിൻ്റെ അവിടെ ബഡും മുകളിലായിട്ട് ഫ്ലവർ വന്ന രീതിയിലാണ് ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സെയിം തന്നെ ഓപ്പോസിറ്റ് സൈഡും വെക്കാം. ഒരു ബഡും ഒരു ഫ്ലവറും വരുന്ന രീതിയിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡും എടുത്തിട്ടുണ്ട്. കുറച്ച് ഉള്ളിലോട്ടായിട്ട് വേണം സ്റ്റെമ്മ് പ്രസ് ചെയ്ത് വെക്കാനായിട്ട്, അല്ലെങ്കിൽ കാറിൽ വെച്ച് കഴിയുമ്പോൾ കാറ്റടിക്കുമ്പോൾ ഫ്ലവേഴ്സ് അതിൽ നിന്ന് ഊരിപ്പോകും. ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലെങ്ത്തിൽ എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് കയറ്റി വെക്കാനായിട്ട്. ഇനി ഇതിൻ്റെ സൈഡിലും കൊടുക്കാം നമുക്കിനി. അത് ചെറിയൊരു ബഡായിട്ടുള്ള സ്റ്റെമ്മാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൊടുത്തു. ഫ്ലവേഴ്സ് മുകളിലോട്ട് ഫേസ് ചെയ്തിരിക്കണം. ഇതിന് സെൻറ്ററിലായിട്ട് കൊടുക്കാം. കുറച്ചും കൂടി ഓപ്പൺ ആയിട്ടുള്ള ഫ്ലവർ എടുത്തിട്ട് സെൻറ്ററിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ലീഫ് വെച്ച പോലെ തന്നെ ഇതിൻ്റെ സൈഡിലും കൊടുത്തിട്ടുണ്ട് ഓരോ ഫ്ലവേഴ്സ്. ഞാൻ സെൻറ്ററിലായിട്ട് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് ഫ്ലവറാണ് കൊടുത്തത്. ഇനി ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു ഫ്ലവർ കൂടി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് റോസസും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കി റോസ് വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബഡൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അടുത്തത് റോസാണ്. അടുത്തത് റോസസാണ്, പിങ്ക് ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡിന് റാണി പിങ്ക് റോസ് എന്നാണ് പറയുന്നത്. കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള പിങ്കാണിത്. നമുക്കപ്പോൾ ഇനി ഇത് വെക്കാം അതിലോട്ട്. ഫ്ലവേഴ്സ് യൂസ് ചെയ്യുന്ന മുന്നേ ഇട്ട് നോക്കണം. റോസസിൻ്റെ പെറ്റൽസ് ചിലപ്പോൾ ഡാമേജ് ആയിട്ടുണ്ടാവും, 1-2 പെറ്റലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ 2 പെറ്റൽ മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇതിൽ താഴത്തോടുള്ള ലീഫ് മാറ്റിയിട്ടില്ല, കളഞ്ഞിട്ടില്ല. ടോപ്പിലുള്ളത് അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. നല്ല ലീഫ് ആയതുകൊണ്ടിട്ട് ഞാൻ കളയാൻ പോയില്ല. നമുക്ക് വെക്കാം. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് തൊട്ട് മുകളിലായിട്ട്, ലില്യംസിൻ്റെ തൊട്ട് മുകളിലായിട്ട് വേണം വെക്കാനായിട്ട്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് വെക്കണം. കോർണറിൻ്റെ കുറച്ച് റൈറ്റ് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. താഴെ വെച്ച പോലെ തന്നെ മുകളിലോട്ടും അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ലില്യംസിൻ്റെ ഹാഫ് ബഞ്ച്, അതായത് ഒരു ബഞ്ച് എന്ന് പറയുന്നത് 10 സ്റ്റെമ്മാണ്, അതിൻ്റെ പകുതിയോളം ഇപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റോസ് എന്ന് പറയുന്നത് 1 ബഞ്ച് എന്ന് പറയുന്നത് 20 നമ്പേഴ്സാണ്. അത്
കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ വെക്കാൻ പോകുന്നത് ഹൈഡ്രാഞ്ചിയ എന്ന് പറയും. എല്ലാവർക്കും അറിയാവുന്നൊരു ഫ്ലവർ തന്നെയായിരിക്കും, നമ്മുടെ വീടുകളൊക്കെ ഉണ്ടാവുന്ന തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒരു ഹൈബ്രിഡാണിത്. ഇതെല്ലാം വരുന്ന തന്നെ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ ഫ്ലവേഴ്സാണ്, അറേഞ്ച്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഹൈബ്രിഡ് ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇനി അടുത്തായിട്ട് ഈ ഫ്ലവർ വയ്ക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റെം എന്ന് പറയുന്നത്. ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ആയിട്ടാണ് ഇരിക്കുക ഹൈഡ്രാഞ്ചിയ. ഞാനിത് കാണുന്ന രീതിയിലായിട്ട് 2 ഫ്ലവർ അങ്ങനെയായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് കുറച്ച് ലീഫ് ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട് ഇതിൽ നിന്ന്. നല്ല ലീഫ് തന്നെയാണ് കേട്ടോ. ഇതും വേണമെങ്കിൽ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. എനിക്ക് വേറെ വെറൈറ്റി ലീഫ് യൂസ് ചെയ്യാനുള്ളതുകൊണ്ടിട്ട് ഞാനത് അധികം എടുക്കുന്നില്ല. എന്നിട്ട് ഇതൊന്ന് കുറച്ച് ഇതിൻ്റെ വണ്ണമൊന്ന് കുറച്ച് കൊടുക്കണം സ്റ്റെമ്മിൻ്റെ. ഇതേപോലെ പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ ചെയ്തത്. എന്നിട്ട് ഇതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഹൈഡ്രാഞ്ചിയ വെച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലായിട്ട് 2 വെച്ച് കൊടുത്തു. സെൻട്രലായിട്ട് കാണുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് ലീഫ് കൊടുക്കുന്നുണ്ട്. ഈ ലീഫിൻ്റെ പേരെന്ന് പറയുന്നത് ബോളാസ്പ്രസ് എന്ന് പറയും. നമ്മുടെ നാടൻ ചെതാവലി എന്ന് പറഞ്ഞ ലീഫൊക്കെ ഉണ്ടാവും, ഓണത്തിനൊക്കെ യൂസ് ചെയ്യുന്ന പൂക്കളിടാൻ വേണ്ടി. അതിൻ്റെ ഒരു ടൈപ്പെന്നേ ഉള്ളൂ, പക്ഷെ അതല്ല ഒട്ടും. ഇത് ഹൈബ്രിഡായിട്ടുള്ള ലീഫ് തന്നെയാണ്, ബോളാസ്പ്രസ് എന്ന് പറയും. നല്ല ഭംഗിയായിട്ടുള്ള ലീഫ് തന്നെയാണ്. അപ്പോൾ ഇത് കുറച്ച് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ബാലൻസ് വേണമെങ്കിൽ ഫ്ലവേഴ്സ് വേറെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെം ഇരിക്കണത്. അപ്പോൾ ഇതിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച്. അടുത്തൊരു സ്റ്റെം കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റെമ്മിൽ നിന്ന് തന്നെ എനിക്ക് 3 എണ്ണം ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റി. നേരത്തെ ഉപയോഗിച്ച പോലെ തന്നെ സെയിം ഇതിലുള്ള ഫ്ലവർ തന്നെയാണ് ഇതും, ഡച്ച് റോസസ് തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ വൈറ്റ് ഷെയ്ഡാണ് നമ്മുടെ ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് വൈറ്റ് ഫ്ലവേഴ്സും കൂടി ഇതിനോട് ആഡ് ചെയ്ത് കൊടുക്കാം. പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നമുക്കിപ്പോൾ ഈ അറേഞ്ച്മെൻറ്റ് ചെയ്തെടുക്കാം. ഞാനപ്പോൾ ഈ ഗ്യാപ്പുള്ള ഏരിയയിലൊക്കെ കുറച്ച് വൈറ്റ് ഫ്ലവേഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഔട്ട്ലൈനിലുള്ള ഈ പെറ്റൽസ് ഒന്ന് റിമൂവ് ചെയ്യണം. നല്ല പെറ്റൽ മാത്രമായിട്ട് വേണം വെക്കാനായിട്ട്. കാണുന്ന രീതിയിൽ ഗ്യാപ്പുള്ള ഏരിയയിലായിട്ട് റോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ ഫ്ലവേഴ്സും വെക്കുന്നതിന് മുന്നേ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അടുത്തത് ജിപ്സോ ഫ്ലവേഴ്സാണിത്. ഇത് അറേഞ്ച്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ഫില്ല് യൂസ് ചെയ്യുന്ന ഫ്ലവറാണിത്. അപ്പോൾ ഇതും കൂടി കുറച്ച് ഇതിനോട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം മെയിൻ ഫ്ലവേഴ്സാണ്. റോസസ്, ലില്ലംസ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ വെക്കുന്ന ഫ്ലവേഴ്സാണ്. ഇതേപോലെയുള്ള ഫ്ലവേഴ്സാണ് നമ്മൾ ഈ ഒരു അറേഞ്ച്മെൻറ്റിന് ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് വയ്ക്കാം. ഇതിൻ്റെ പേരിപ്പോൾ ജിപ്സോഫിലിയ എന്നാണ്. കാർ ഡെക്കറേഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസി ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു അറേഞ്ച്മെൻറ്റിലോട്ട് തന്നെ നമ്മൾ ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സും ലീവ്സും അപ്ലൈ ചെയ്തിട്ടുണ്ട്. കോസ്റ്റൽ ഫ്ലവേഴ്സ് തന്നെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ലില്ലംസ്, അതിനോടൊപ്പം തന്നെ ഹൈഡ്രാഞ്ച് വെച്ചിട്ടുണ്ട്, ഡച്ച് റോസസ് വെച്ചിട്ടുണ്ട്, ജിപ്സോഫിലിയ കൊടുത്തിട്ടുണ്ട്, ബോളാസ്പ്രസ് ലീഫ് കൊടുത്തിട്ടുണ്ട്, കാമൽ ലീഫ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സ് ലീവ്സ് ഈ ഒരൊറ്റ അറേഞ്ച്മെൻറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ ഈ കാർ ഡെക്കറേഷൻ.
എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒത്തിരി വിഷമങ്ങളും ഒത്തിരി ബുദ്ധിമുട്ടും എല്ലാം തന്നെ ഉണ്ടായാലും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വിഷമം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ദൈവം നമുക്കൊരു സന്തോഷം കൂടി കരുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലെല്ലാം നമ്മൾ തളർന്നിരിക്കാതെ വിഷമിക്കാതെ എന്താണ് അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുക, അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ ഇതിന്റെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി കാണും വരെ ബൈ. പോവരുത്, കഴിഞ്ഞിട്ടില്ല. ഞങ്ങളൊരു സർപ്രൈസ് കൂടി വെച്ചിട്ടുണ്ടല്ലേ? എന്താണ് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. നമ്മുടെ ജോബിൻ ചെയ്ത ലോഗയാണ്. ജോബിന്റെ കലാസൃഷ്ടിയാണിത്. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇങ്ങനൊരു ഗിഫ്റ്റ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്തരത്തിലൊക്കെ കിട്ടുക എന്ന് പറയാം. ഇതെന്താണ് ഇത് മെറ്റീരിയൽ? ഇത് ഷുഗർ ഷീറ്റ് ആണ്. ഇത് എഡിബിൾ ആണ്, സ്വീറ്റ് ആണ്, നമുക്ക് കഴിക്കാനാവുന്നതാണ്. ഇത് കഴിക്കാൻ പറ്റുന്ന സംഭവമാണല്ലേ? അതെ. അപ്പൊ എന്തായാലും നമ്മുടെ ലോഗോ കേക്കിൽ ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലേ? അതെ.